നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉത്തരം പറയുന്നില്ല, അതിന് പകരം ചോദ്യങ്ങൾ നിരത്തുകയാണ്. അത് മലയാളികളോട് മാത്രമല്ല, ഇന്ത്യക്കാരോടും ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം നിങ്ങൾ പറയുക. ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും കടം 28,000 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഇവരുടെ GDP, മൊത്തം രാജ്യങ്ങളുടെയും GDP ഏകദേശം 9,500 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ 328%. 90% പാടുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, കടക്കെണിയിൽപ്പെട്ട മനുഷ്യവംശം ബഹുമാനം അർഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം മലയാളികളോട് മാത്രമല്ല, ഇന്ത്യക്കാർ മുഴുവനും, അതുപോലെ തന്നെ ലോകത്തിലെ 824 കോടി ജനങ്ങളോടും ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ കടക്കെണിയിലാണ്. അങ്ങനെയുള്ള നിങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഈ കണക്കുകളൊക്കെ, അതായത് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കണക്കുകളാണിത്. ഇത് എത്ര പേർക്ക് അറിയാം? ഇതൊന്നും അറിയാതെ, ഇതൊന്നും ചർച്ച ചെയ്യാതെ നടക്കുന്ന, ഉത്തരവാദിത്ത ബോധമില്ലാത്ത മനുഷ്യവംശത്തിൻ്റെ ഓരോ അംഗത്തോടും ബഹുമാനം കാണിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോവും, എങ്ങനെങ്കിലും തട്ടിമുട്ടി അങ്ങ് പോവും. അങ്ങനെ എങ്ങനെങ്കിലും തട്ടിമുട്ടി ജീവിക്കാൻ മാത്രം അറിയാവുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം, ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് തന്നെ ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ടോ? അങ്ങനെ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ നടക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തരം ചാനൽ ചോദിക്കുകയാണ്. നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ, ഇതിനുള്ള ഉത്തരവായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എത്ര തെറി വിളിച്ചാലും പ്രശ്നമല്ല. കാരണം ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം ഈ വിഷയം ഒരാളും ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാവരും അങ്ങ് നടന്നാൽ ശരിയാവുമോ? അപ്പം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം കണ്ടെത്താൻ ശ്രമിക്കുക പോലും ചെയ്യാത്ത മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഇതിപ്പം ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനിയുമുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഭൂമിയിൽ വന്നിട്ട് നൂറ്റാണ്ടുകളായി. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഗവൺമെൻറ്റുകൾക്കാണ്. ഒരു രാജ്യത്ത് ദരിദ്രരുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുമാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ്. അപ്പോൾ യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത, അതായത് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ
യാതൊരു വഴിയും അറിയാത്ത ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുത്ത് വിടുന്ന ഓരോ പൗരനും ബഹുമാനം അർഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുകയൊന്നുമല്ല, മറിച്ച് ഇതിന് പരിഹാരം ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചിട്ടുണ്ട്. കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. 34 വർഷം തലങ്ങും ബലങ്ങും ചിന്തിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആശയം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ ഞാനിവിടെ. 1 സെക്കൻഡ് കൊണ്ട്, മുമ്പേ പറഞ്ഞ രാജ്യങ്ങളുടെ മുഴുവൻ കടം 28,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയുടെ കടം 328 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടവായ ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. അതുമാത്രമല്ല, കടക്കെണിയിലായ മലയാളി എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ 65% മലയാളികളും കടക്കെണിയിലായി കഴിഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ട് മലയാളിയെ വിളിക്കാം, ഇങ്ങനെ അഭിസംബോധന ചെയ്യാം: കടക്കെണിയിൽപ്പെട്ട മലയാളി. ഇത് ഔദ്യോഗിക കണക്ക് 65% എന്ന് പറയുന്നത്. അതായത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും ഒക്കെ കടമെടുത്ത ആൾക്കാരുടെ കണക്ക് മാത്രമായി 65%. നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തവരാണ് ഭൂരിപക്ഷവും. അപ്പോൾ അവരുടെ കണക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ 65% എന്നുള്ള 85% കടക്കും. അപ്പോൾ തീർത്ത് പറയാം, നിസ്സംശയം നമുക്ക് മലയാളിയെക്കുറിച്ച് വിശേഷണം ചേർത്ത് പറയാം: കടക്കെണിയിൽപ്പെട്ട മലയാളി. ഈ കടക്കെണിയിൽപ്പെട്ട മലയാളിക്ക് കടമെടുത്താണ് ഗവൺമെൻറ് ശമ്പളം പെൻഷനും കൊടുക്കുന്നത്. അങ്ങനെ കടമെടുത്ത് ശമ്പളം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഉത്തരം പറയുക. ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട്, അല്ലാതെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിനൊക്കെ നല്ല രീതിയിൽ, വലിയ രീതിയിൽ ചീത്ത വിളിക്കും ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ന് ഞങ്ങൾക്കറിയാം. അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തത്. അത്രയും ഞങ്ങൾ സേഫ് ആവണമല്ലോ. അപ്പോൾ കടമെടുത്ത് ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ കടമെടുത്ത് കൊടുക്കപ്പെടുന്ന ശമ്പളം വാങ്ങിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ആശയം, അതായത് കറൻസി രഹിത വ്യവസ്ഥ കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് കടങ്ങളെല്ലാം തീർക്കാമെന്ന് മാത്രമല്ല, വെറും 2 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ 160 കോടി വീടുകൾ നിർമ്മിക്കാം. 50% മുതൽ 500% വരെ GDP-യിൽ വർധനവ് സൃഷ്ടിക്കാം. അതുപോലെ തന്നെ വെറും 30 ദിവസം കൊണ്ട് ലോകം മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം. 1 രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം. ഇങ്ങനെ നീളുന്നു ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളുടെ പട്ടിക. അത് ഇപ്പോൾ 6 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 6 എണ്ണമല്ല, 60,000 70,000 നേട്ടങ്ങൾ, അവിശ്വസനീയമായ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഉത്തരം ചാനൽ
മുന്നോട്ട് വെച്ചിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥ. അത് സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചിട്ടുമുണ്ട്. 2000-ഓളം സാമ്പത്തിക വിദഗ്ധരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് മലയാളികൾ മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിലും ഞങ്ങൾക്ക് പിന്തുണയുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ചെറിയ യൂട്യൂബ് ചാനലിൽ ഇതിപ്പോൾ ഏറിപ്പോയ 1000 പേര് കാണും. അതുകൊണ്ട് ഈ ആശയം ഇതിനകത്ത് ഈ ഉത്തരം ചാനലിലെ ചെറിയ ഒരു റീച്ചിന് ഉള്ളിൽ അങ്ങ് ഒതുങ്ങിപ്പോകുന്നൊന്നും ദയവേത് വിചാരിച്ചേക്കരുത്. മറിച്ച് ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ അനുദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ വ്യാപാര യുദ്ധമൊക്കെ അങ്ങ് തകർക്കുകയാണ്. സ്വർണത്തിന് വില കയറുന്നു, ഡോളറിന് വില കയറുന്നു, ആകെ പ്രശ്നങ്ങളാണ്. മുഴുവൻ അങ്ങ് പ്രശ്നങ്ങളുടെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റം വീഴും. സിസ്റ്റം വീണ് കഴിഞ്ഞു. അതൊന്നും ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഡെപ്റ്റ് ടു GDP റേഷ്യോ 328%. കേൾക്കുക, അതായത് മനുഷ്യവംശത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 328%. അത് ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് 100% ഈ സിസ്റ്റം, കറൻസി ബേസ്ഡ് സിസ്റ്റം. ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ട് ഏകദേശം 5000 കൊല്ലമായി. അത് സമ്പൂർണമായും തകർന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അത് അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക് ആണത്. ശാസ്ത്രീയത അവകാശപ്പെടാൻ പറ്റുന്നില്ല. കാരണം ദാരിദ്ര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഈ ദാരിദ്ര്യത്തിനും കടക്കെണിക്കും ഒക്കെ പരിഹാരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചേക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ, അത് 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്ത മനുഷ്യവംശം റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ടോ? മനുഷ്യവംശം കടം കയറി പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ്. ഇതൊന്നും മലയാളി അറിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതങ്ങ് നിൽക്കും. കാരണം കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരള ഗവൺമെൻറ് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ ആരും കടം കൊടുക്കത്തില്ല 4-5 വർഷമായിട്ട്. കാരണം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. ഏറ്റവും ഭീകരമായ ന്യൂസ് എന്ന് പറയുന്നത് അതേ അവസ്ഥയിലേക്ക് ജപ്പാനും ചെന്നെത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. 12 ലക്ഷം കോടി ഡോളറാണ് ജപ്പാൻ്റെ കടം. അവരുടെ GDP എന്ന് പറയുന്നത് വെറും 4 ലക്ഷം കോടി രൂപ മാത്രം. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 292%. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു കറൻസി രഹിത വ്യവസ്ഥ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയണമെങ്കിൽ, ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയണമെങ്കിൽ ഒരു 3 മണിക്കൂർ വേണം. അത് ഞങ്ങൾ ഈ ഉത്തരം ചാനലിൻ്റെ 2ാമത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ദയവായി ഇത് കാണാൻ ശ്രമിക്കുക. അത് ആവർത്തിക്കുന്നില്ല അവിടെ. അപ്പോൾ സംഭവം ഇതാണ്, നമുക്കെല്ലാം പുതിയ മോഡൽ കാറ് വേണം, പുതിയ മോഡൽ മൊബൈലുകൾ വേണം. സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള പട്ടുസാരി, ആഭരണങ്ങൾ. അത് സ്വർണ്ണമൊന്നും അല്ല, ഇപ്പോൾ എല്ലാവരും പിടിക്കുന്നത് ഡയമണ്ടിലൊക്കെയാണ്. എല്ലാവർക്കും പുതിയ മോഡൽ വേണം. ആഭരണങ്ങളും വസ്ത്രങ്ങളും കാറും മൊബൈലും എല്ലാ ജീവിത സൗകര്യങ്ങളും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ളത് വേണം. പക്ഷേ സാമൂഹിക വ്യവസ്ഥിതി, രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി
അത് 5000 കൊല്ലം പഴകിയതായാലും മതി, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവാം, തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോവാം. അങ്ങനല്ല ഈശ്വരൻ നിശ്ചയിച്ചേക്കുന്നത്. മറിച്ച് ലോകത്തിലെ പ്രകൃതി സമ്പത്ത്, ഞങ്ങളുടെ ആശയത്തിൻ്റെ ഒരു നിർവചനം പറയാം, അതായത് മാൻ പവറും പ്രകൃതി വിഭവങ്ങളും ടെക്നിക്കൽ എക്വിപ്മെൻസും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെറും 100 ദിവസത്തിനുള്ളിൽ ലോകം മുഴുവൻ സമ്പൽ സമൃദ്ധമാക്കാം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതാണ് മലയാളി ചർച്ച ചെയ്യാത്തത്, ഇന്ത്യക്കാർ ചർച്ച ചെയ്യാത്തത്, ലോകത്തിലെ മനുഷ്യവംശം ചർച്ച ചെയ്യാത്തത്. ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാർ ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അത് പക്ഷേ നെഗ്ലിജിബിളായിട്ടുള്ളൊരു എണ്ണം ആൾക്കാരെ ആവുന്നുള്ളൂ. അതുകൊണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന പൊതുവിൽ പറയുകയാണെങ്കിൽ ആളും ഇത് ചർച്ച ചെയ്യുന്നില്ല, ഒരാളും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഭൂമിയിലെ മനുഷ്യവംശത്തിൻ്റെ സമ്പദ് രംഗത്തിൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കിയിട്ടില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത, അല്ല ഇപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കാം. പക്ഷെ ആരും അത് പറയുന്നില്ലല്ലോ, ആരും ഇത് ചിന്തിക്കുന്ന പോലുമില്ല. പിന്നല്ലേ ഇതിൻ്റെ ഒരു വേ ഔട്ട്, സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഞങ്ങൾ സാമ്പത്തിക വിദഗ്ധരുടെ പിന്തുണയോടെ അവതരിപ്പിക്കുന്ന ഈ കറൻസി രഹിത വ്യവസ്ഥ ചർച്ച ചെയ്യാത്ത മലയാളിയും ഇന്ത്യക്കാരനും ലോകത്തിലെ ഓരോ മനുഷ്യനും റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ നിരത്തുന്ന ചോദ്യങ്ങൾ. ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷം കലർന്നതാണ്, അല്ലെന്ന് പറയാം, മായം കലർന്നതല്ലാത്ത ഒരു ഭക്ഷണവും നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല. അതൊക്കെ അങ്ങോട്ട് കണ്ണു അടച്ച്, അത് വിഷലിപ്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുന്ന മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു 10,000 ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാത്തിനും കൂടെ നിങ്ങൾ ഉത്തരം പറയുക. നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിരത്തി പിടിച്ചങ്ങോട്ട് ചീത്ത വിളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കാരണം കടക്കെണിയിൽപ്പെട്ട മലയാളി, ആ മലയാളി ചീത്ത വിളിക്കുന്നെങ്കിൽ ഞങ്ങളത് കാര്യമാക്കുന്നില്ല. ഓക്കെ, തൽക്കാലം ഇവിടെ നിർത്തുന്നു. പക്ഷേ ഇനിയും ഞങ്ങൾ വരും, ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഇനിയും ഞങ്ങൾ വരും. കടക്കെണിയിൽപ്പെട്ട മലയാളികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, ഈ ചോദ്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.